ലണ്ടനിൽ നടന്ന അവാർഡ് വേദിയിൽ നടൻ മമ്മൂട്ടിയും പാലക്കാട് എംഎൽഎയുമായി വിജയിച്ച രമേഷ് പിഷാരടിയും ഒന്നിച്ചെത്തി. തന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മമ്മൂട്ടിയുടെ വൺ എന്ന സിനിമയിലെ ഒരു ഡയലോഗ് ഉപയോഗിച്ചതായി പിഷാരടി വെളിപ്പെടുത്തി. മലയാളികളുടെ പ്രിയങ്കരനായ താരമാണ് മമ്മൂട്ടി. 5 പതിറ്റാണ്ടോളം നീണ്ട അഭിനയ ജീവിതത്തിൽ ഏറെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്ത് വില്ലനെന്നോ നായകനെന്നോ ഇല്ലാതെ ഏത് കഥാപാത്രവും അഭിനയിച്ച് ഞെട്ടിച്ച് മുന്നോട്ടു പോകുകയാണ് മമ്മൂട്ടി. അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയായിരുന്ന നടൻ രമേഷ് പിഷാരടി ഇന്ന് പാലക്കാട് മണ്ഡലത്തിൽ നിന്നും ജനവിധി നേടി വിജയിച്ച് കയറിയ പിഷാരടി എംഎൽഎ കൂടിയാണ്. അതിനുശേഷം ഇരുവരും ആദ്യമായൊരു വേദിയിൽ ഒന്നിച്ചിരിക്കുകയാണിപ്പോൾ. ലണ്ടനിൽ വെച്ച് നടന്ന ആനന്ദ് TV അവാർഡ് വേദിയിലാണ് രമേഷ് പിഷാരടിയും മമ്മൂട്ടിയും ഒന്നിച്ചെത്തിയത്. ഇവിടെ വെച്ച് ഇരുവരും നടത്തിയ സംഭാഷണങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ്. താൻ പ്രചാരണ വേളയിൽ പോയപ്പോൾ വൺ എന്ന സിനിമയിൽ മമ്മൂട്ടി പറഞ്ഞ ഡയലോഗ് പറഞ്ഞെന്ന് രമേഷ് പിഷാരടി പറയുന്നുണ്ട്. ആ ഡയലോഗ് വേദിയിൽ മമ്മൂട്ടി പറയുകയും ചെയ്യുന്നുണ്ട്. സിനിമയുടെ തിരക്കഥയിൽ അങ്ങനെ ഒരു ഡയലോഗ് ഇല്ലായിരുന്നുവെന്നും മമ്മൂട്ടി അത് ആഡ് ചെയ്തതാണെന്നും രമേഷ് പിഷാരടി വേദിയിൽ വെളിപ്പെടുത്തുകയും ചെയ്തു. ആ സംഭാഷണം ഇപ്രകാരമായിരുന്നു: മമ്മൂട്ടി: ഞാൻ MLA അല്ല. പിഷാരടി: പക്ഷേ 3 സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായി അഭിനയിച്ചിട്ടുള്ള ആളാണ് മമ്മൂട്ടി. തമിഴ്, തെലുങ്ക്, മലയാളത്തിൽ വൺ സിനിമയിലും കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. മമ്മൂട്ടിയുടെ മറുപടി ഇപ്രകാരമായിരുന്നു: അഭിനയിക്കാൻ ആർക്കും പറ്റും, MLA ആയി ജീവിക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ പിഷാരടി: ഞാൻ പ്രചാരണത്തിന് പോയപ്പോൾ മമ്മൂക്ക സിനിമയിൽ പറഞ്ഞൊരു ഡയലോഗ് ഞാൻ പ്രസംഗത്തിൽ ഉപയോഗിച്ചിരുന്നു. അതിങ്ങനെയാണ്: ജനങ്ങളെ ഭരിക്കാൻ വേണ്ടിയാകരുത്, ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കാനാകണം ഓരോ ജനപ്രതിനിധിയും മുന്നോട്ടു പോകേണ്ടത്. അത് തിരക്കഥയിൽ ഇല്ലാതെ മമ്മൂക്ക കയ്യിൽ നിന്നും ഇട്ട് വൺ എന്ന സിനിമയിൽ പറഞ്ഞതാണ്. അപ്പോൾ മമ്മൂട്ടി പറയുന്നു: അത് ഞാൻ കൃത്യമായിട്ട് ഒന്നുകൂടി പറയാം, ജനങ്ങളെ ഭരിക്കാൻ വേണ്ടിയല്ല, ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കാനാണ് ജനാധിപത്യ ഗവൺമെന്റ്. ഈ ഒരു ഡയലോഗ് പറഞ്ഞതോടുകൂടി ആ സ്റ്റേഡിയം മുഴുവൻ കയ്യടിയായിരുന്നു. മമ്മൂട്ടിയുടെ ആരാധക ജനങ്ങൾ ഒന്നടങ്കം എണീറ്റ് നിന്ന് മമ്മൂട്ടിക്ക് വേണ്ടി കൈയടിച്ചു. സിനിമയിൽ മാത്രമല്ല, ജീവിതത്തിലും ഈ പഞ്ച് ഡയലോഗ് പറയാൻ മമ്മൂട്ടിയെ കഴിഞ്ഞും വേറെ മറ്റൊരാൾ ഇല്ല എന്ന് എല്ലാവരും ഊന്നി പറയുകയാണ്.